ഹലോ എവരിവൺ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാർച്ചുലേഷൻ അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തുടങ്ങിയവയെ കുറിച്ചൊക്കെയായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ, അതായത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് പ്രഗ്നൻസി നടക്കുന്നില്ല, അതായത് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ മൂലം, ഒന്നുകിൽ മെയിലിന് എന്തെങ്കിലും തകരാറായിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിലിന് എന്തെങ്കിലും തകരാറായിരിക്കാം, അപ്പൊ അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്തെങ്കിലും തകരാറുകൾ കാണും. ഇതുമൂലം അവർക്ക് ചിൽഡ്രനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ, ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഒന്നുകിൽ മെയിലിന്റെ കുഴപ്പം കൊണ്ടാകാം, അല്ലെങ്കിൽ ഫീമെയിലിന്റെ കുഴപ്പമാകാം, അതും അല്ലെങ്കിൽ രണ്ടുപേരുടെയും തകരാറ് കൊണ്ടാകാം ഗർഭം ധരിക്കാത്തത് അല്ലെ. അതായത് ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈസ് കോൾഡ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മെയിലിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറവാകാം, അതായത് സ്പേമിന്റെ എണ്ണത്തിൽ കുറവ് വരാം. അതുമല്ല എന്നുണ്ടെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി, സ്പേമിന്റെ സഞ്ചാരത്തിനുള്ള കഴിവ്, അതായത് നമുക്കറിയാം സ്പേം എന്ന് പറയുന്നത് മൂവ് ചെയ്ത് വേണം ഓവത്തിന്റെ അടുത്തേക്ക് എത്താൻ ഇല്ലേ. അപ്പൊ ഈ സ്പേമിന്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള കഴിവ് കുറയുക, അതുമൂലം എന്ത് ചെയ്യാനുള്ള സാധ്യത കുറയും, പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറയും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മെയിൻ എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ വരിക, അതുമല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസീസസ്, രോഗങ്ങൾ, ഇതൊക്കെ മൂലം ആണുങ്ങൾക്ക് എന്തിനുള്ള കഴിവില്ലാതെ വരാം, ഫെർട്ടിലിറ്റിക്കുള്ള അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. ഇനി ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസിന് ചിലപ്പോൾ ഓവത്തിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ, അതുപോലെ ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം നടക്കാതിരിക്കുക, ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക്, അതായത് ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ് അല്ലെങ്കിൽ അണ്ടവാഹിയിലൂടെയാണ് ഓവം മുന്നോട്ട് സഞ്ചരിച്ചു പോകേണ്ടത് അല്ലെ. അപ്പൊ അണ്ടവാഹിക്ക് എന്തെങ്കിലുമൊക്കെ തകരാറ് വരിക, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ഫലോപ്പിയൻ ട്യൂബിനകത്തിലാണ്. അപ്പൊ എന്തെങ്കിലും ഫലോപ്പിയൻ ട്യൂബിനകത്തിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ അവിടെയും കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അല്ലെ. ഇനി ഇത് കൂടാതെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുക, അതായത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകൾ, PCOS ഒക്കെ കേട്ടിട്ടുണ്ടാകും, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള തകരാറുകൾ മൂലം ഫീമെയിൽസിന് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇനി ഇത് കൂടാതെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ബാഹ്യമായിട്ടുള്ള പ്രോബ്ലംസ് വരാം, അതായത് ആൽക്കഹോൾ കൺസംഷൻ, മദ്യപാനം, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രഗ്സ് അബ്യൂസ് അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം, പൊല്യൂഷൻ, മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള തകരാറുകൾ കൊണ്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാകാം. അപ്പൊ വന്ധ്യത എന്ന് പറയുമ്പോൾ ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ആണ്. അതെന്ന് പറയുന്നത് ഒന്നുകിൽ മെയിലിന്റെ തകരാറുകൾ മൂലം, അതായത് സ്പേമിന്റെ പ്രൊഡക്ഷനോ മോട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫീമെയിലിന്റെ പ്രോബ്ലംസ് ആകാം, ഓവുലേഷൻ അല്ലെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷൻ, ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്ക്, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, ഇങ്ങനെയൊക്കെയുള്ള തകരാറുകളാകാം. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങളിലെ, അതായത് മയക്കുമരുന്നിന്റെ ഉപയോഗമോ പുകവലിയോ ആൽക്കഹോളിന്റെ യൂസോ, ഇതൊക്കെ കൊണ്ട് എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. അപ്പൊ ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണ് അതിനുള്ള കാരണം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ടെക്നോളജീസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ചികിത്സാ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ അറിയപ്പെടുന്നത് ആർട്ട് എന്നാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതായത് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് തകരാറുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിന്റെ ഉദ്ദേശം. ആർട്ടിനകത്തിൽ പ്രധാനപ്പെട്ടതാണ് IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ IVF-ലൂടെയൊക്കെ ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ ആ തകരാറുകൾ പരിഹരിക്കാനുള്ള മെത്തേഡ്സ് ആണ് ഇതെന്ന് പറയുന്നത് ആർട്ട് അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അടുത്തതെന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ STIs, ലൈംഗിക രോഗങ്ങൾ, അതായത് ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്ടിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളെ വിളിക്കുന്ന പേരാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അതായത് ദ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന അണുബാധകളാണ് STIs അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ്, അതിന് എക്സാമ്പിൾ ആണ് എയ്ഡ്സ്, അതുപോലെ തന്നെ ക്ലാമിഡിയാസിസ്, സിഫിലിസ്, ഗൊണേറിയ, ഹെപ്പറ്റൈറ്റിസ് B, ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ തുടങ്ങിയവയെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, STIസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ, എയ്ഡ്സിനൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ ഒന്നും ഇന്ന് അവൈലബിൾ അല്ല. ഇനി അതുപോലെ തന്നെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B തുടങ്ങിയവയ്ക്കൊക്കെ വാക്സിൻ ലഭ്യമാണ്. ബാക്കി എയ്ഡ്സിനൊന്നും വാക്സിനേഷനൊന്നും ലഭ്യമല്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ് എന്ന് പറയുന്നത്, അതായത് STIs. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത്
സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഡോക്ടറിനെ സമീപിക്കുക, ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുക. അപ്പൊ ഈ STIs എന്ന് പറയുമ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രം പകരുന്ന ഡിസീസസ് ആണ്. മറ്റേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ രക്തം കുത്തിവെക്കുന്നതിലൂടെ ഒക്കെ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും. പക്ഷെ ബാക്കി പറഞ്ഞതെല്ലാം ഓൺലി ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ വരുന്ന ഡിസീസസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അണുബാധകൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്, അതായത് പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം. എവല്യൂഷൻ അല്ലെ, പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നേരത്തെ ഉള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, എല്ലാ ജീവജാലങ്ങളും ഒരേ സമയത്താണോ ഉണ്ടായത്, ഇവ എപ്പോൾ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ എവല്യൂഷന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ, പരിണാമത്തിന്റെ തെളിവുകൾ ഏതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, റീപ്രൊഡക്ഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ നട്ടലുള്ള ജീവികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നട്ടലുള്ള ജീവികളിൽ ആദ്യം ഉണ്ടായത് എഗ് ലേയിങ് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ മുട്ടയിടുന്ന ജീവികളാണ്. ഇനി അതിനുശേഷമാണ് മാമൽസ്, അതായത് സസ്തനികൾ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ. അപ്പം ഈ നട്ടലുള്ള ജീവികളിൽ അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിൽ ആദ്യം ഉണ്ടായത് എഗ് ലേയിങ് ആനിമൽസ് ആണ്, മുട്ടയിടുന്ന ജീവികളാണ്. അതിനുശേഷമാണ് ആരുണ്ടായത്, മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ, പ്രസവിക്കുന്ന ജീവികൾ ഉണ്ടായത്, ഇല്ലേ. ഇനി അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ, ബീജസംയോഗം. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം, ഇല്ലേ. അണ്ടവും ബീജവുമായി കൂടിച്ചേരുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത് ബീജസംയോഗം. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ചില ജീവികളിൽ നടക്കുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബാഹ്യ ബീജസംയോഗമാണ്. അതായത് ഇപ്പൊ ഫിഷസോ ആംഫീബിയൻസോ, അതായത് മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഉഭയജീവികളോ ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീജസംയോഗം എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്താണ്. ഇപ്പൊ തവളയൊക്കെ ആണെങ്കിൽ വെള്ളത്തിനുള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ. നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അല്ലേ. അപ്പൊ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബാഹ്യ ബീജ സംയോഗം, ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി, അത് നടക്കുന്ന ജീവികളാണ് ആദ്യം ഉണ്ടായത്. അതായത് ഫിഷസും ആംഫിബിയൻസും ഒക്കെ ആദ്യം ഉണ്ടായി. ഇനി അതിനുശേഷമാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആന്തര ബീജ സംയോഗം നടക്കുന്ന ജീവികൾ ഉണ്ടായത്, അല്ലെ. അതായത് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി, ബോഡിക്കുള്ളിൽ, ശരീരത്തിനുള്ളിൽ നടക്കുക. ശരീരത്തിനുള്ളിൽ നടക്കുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മളെ പോലെയുള്ള ജീവികൾ. കൂടാതെ തന്നെ എഗ് ലേയിങ് ആനിമൽസിലും എന്ത് നടക്കുന്നുണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഇപ്പം റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഉരകങ്ങള്, അതുപോലെ തന്നെ പക്ഷികളുടെ ഒക്കെ ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, എഗ് ലേയിങ് ആനിമൽസ് ആണ്, ഇല്ലേ, മുട്ട പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇനി മുട്ട പുറത്തിടുമ്പോൾ ആ മുട്ടയ്ക്ക് ഉള്ളിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എടുത്താണ് അവരുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. പക്ഷെ നമ്മളെ പോലെയുള്ള ജീവികൾ, മാമൽസ് എന്ന് പറയുമ്പോൾ മാമൽസ് പ്രസവിക്കുന്ന ജീവികളാണ്, ഇല്ലേ. എഗ് ലേയിങ് മാമൽസ് ഉണ്ട്. ഇനി ബാക്കിയുള്ളവയെല്ലാം എങ്ങനെ തന്നെയാണ്, പ്രസവിക്കുന്ന ജീവികളാണ്. അപ്പൊ ഈ പ്രസവിക്കുന്ന ജീവികൾ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിനുള്ളിലാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റും അല്ലെങ്കിൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റും ഇവിടെ തന്നെയാണ് നടക്കുന്നത്, ഫീമെയിലിന്റെ ബോഡിക്കുള്ളിൽ തന്നെയാണ്. ഫീമെയിലിന്റെ ബോഡിയിൽ നിന്നുമാണ് ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുന്നത് ആ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം സംഭവിച്ചത് വെർട്ടിബ്രേറ്റ്സിൽ, നട്ടലുള്ള ജീവികളിൽ ആദ്യം എങ്ങനെയായിരുന്നു, എഗ് ലേയിങ് ആനിമൽസ് ഉണ്ടായി, പിന്നീട് മാമൽസ് ഉണ്ടായി. ഈ എഗ് ലേയിങ് ആനിമൽസിൽ തന്നെ ആദ്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബാഹ്യ ബീജ സംയോഗം നടക്കുന്ന ജീവികൾ ഉണ്ടായി. അതിനുശേഷം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആന്തര ബീജ സംയോഗം നടക്കുന്ന ജീവികൾ ഉണ്ടായി. ആ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നവരിൽ തന്നെ ആദ്യം ഉണ്ടായത് എങ്ങനെയുള്ളവരാണ്, എഗ് ലേയിങ് ആനിമൽസ് ആണ്, അല്ലെ. അതായത് മുട്ടയിടുന്ന ജീവികളാണ്. അതിനുശേഷമാണ് പ്രസവിക്കുന്ന ജീവികൾ ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം എന്തിനുള്ള തെളിവുകളാണ്, എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ഈ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 5th ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ 5th ചാപ്റ്ററിൽ പഠിച്ചത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചാണ്, അല്ലെ. അതായത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോൾ പ്രോസസ്സസ്, പ്രക്രിയകൾ മൊത്തം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളൊക്കെ കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക്